കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. കൃഷിക്കും മൃഗസംരക്ഷണത്തിനും ആരോഗ്യ മേഖലയ്ക്കും മാലിന്യ സംസ്കരണത്തിനും ഉൾപ്പെടെ ഊന്നൽ നൽകിക്കൊണ്ട് മാറാടി പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷാൻഡി അബ്രഹാം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് സാജു കുന്നപ്പള്ളിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. കൃഷിക്കും മൃഗസംരക്ഷണത്തിനും ആരോഗ്യ മേഖലയ്ക്കും മാലിന്യ സംസ്കരണത്തിനും പരിസ്ഥിതി സൗഹൃദ ടൂറിസം പദ്ധതിക്കും ഊന്നൽ നൽകി മാറാടി പഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷാൻഡി അബ്രഹാം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് സാജു കുന്നപ്പള്ളിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 21,31,84,066 രൂപ വരവും 22,50,90,8,497 രൂപ ചെലവും 1,11,14,431 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ഈ വർഷം വരെ ലഭ്യമായ മുഴുവൻ ഫണ്ടുകളും ചെലവഴിച്ച് ജില്ലയിലെ മികച്ച ഗ്രാമപഞ്ചായത്തുകൾ ഒന്ന് മാറാടിയായിരുന്നു. ഫണ്ട് ചെലവഴിക്കുന്നതിൽ മാത്രമല്ല, ആ വർഷത്തെ തനത് നികുതികളും ഫീസുകളും ജില്ലയിൽ ഒന്നാമതായി 100% തിരിച്ചെടുത്തതും മാറാടിയായിരുന്നു. മാറാടി സംസ്കരണത്തിന് പഞ്ചായത്ത് നടത്തുന്ന ഇടപെടലുകൾ യൂസർ ഫീ കളക്ട് ചെയ്യുന്നതിൽ ജില്ലയിൽ മികച്ച ഗ്രാമപഞ്ചായത്തായി മാറാനും സാധിച്ചു. ഗ്രാമപഞ്ചായത്തിലെ സമഗ്ര മേഖലയുടെ വികസനം ക്ഷേമ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് 2023-2024 വർഷം ജില്ലയിൽ മികച്ച രണ്ടാമത്തെ ഗ്രാമപഞ്ചായത്തായും 2024-2025 വർഷം ജില്ലയിലെ മികച്ച ഒന്നാമത്തെ ഗ്രാമപഞ്ചായത്തായും മാറാടി തിരഞ്ഞെടുത്തു. ആയതിനായി അശ്രാന്തം പരിശ്രമിച്ച മുൻ ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ, കുടുംബശ്രീ, അംഗൻവാടി, ആശ, ഹരിതകർമ്മസേന, BMC തുടങ്ങിയ എല്ലാവരെയും നന്ദി ഓർക്കുന്നു. നെൽകൃഷിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൃഷി ലാഭകരമാക്കുന്നതിനും ഇടപെടലുകൾ ആവശ്യമാണ്. കാർഷിക മേഖലയിലേക്ക് യുവജനങ്ങളെ കൂടി കൊണ്ടുവരുന്നതിന് ന്യൂനത സാങ്കേതിക വിദ്യകളെ കൂടി പ്രയോജനപ്പെടുത്തിയുള്ള മികവുറ്റ പദ്ധതികൾ ആവശ്യമാണ്. കൂടാതെ നെൽ കർഷകരുടെ നിരന്തരമായ ആവശ്യം പരിഗണിച്ച് പോലീൻ താഴം, ഇലവങ്കൽ താഴം, മാട്സനിപ്പാടം തോട് പുനരുദ്ധാരണ പ്രവൃത്തികൾക്ക് ഉൾപ്പെടെ കാർഷിക മേഖലയിൽ 23,27,387 രൂപ വകയിരുത്തുന്നു. വീട് മെയിൻ്റനൻസ് അടുത്തുറപ്പുള്ള ഭവനം എന്നത് ഏതൊരാളുടെയും സ്വപ്നമാണ്. മാറാടി ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഗ്രാമസഭകളിൽ നിന്ന് ഉയർന്നു വന്ന ഒരാവശ്യം ആയിരുന്നു വീട് മെയിൻ്റനൻസ് ചെയ്ത് നൽകുക എന്നത്. മുൻ വർഷങ്ങളിൽ ഒരു ഗുണഭോക്താവിന് അസിസ്റ്റന്റ് എഞ്ചിനീയർ ലഭ്യമാക്കിയിരിക്കുന്ന വാല്യുവേഷൻ പ്രകാരം പരമാവധി 50,000 രൂപയാണ് അനുവദിച്ചിരുന്നത്. ആയത് 1 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ച് ഈ വർഷവും വീട് മെയിൻ്റനൻസ് ജനറൽ വിഭാഗത്തിന് 28 ലക്ഷം രൂപയും പട്ടികജാതി വിഭാഗത്തിന് 8 ലക്ഷം രൂപയും വകയിരുത്തുന്നു. പഞ്ചായത്ത് പരിധിയിലെ പൊതുതോടുകളുടെ പുനരുദ്ധാരണം, കന്നുകാലികൾക്ക് ധാതുലവണ മിശ്രിതം, വറ്റുകാല കാലിത്തീറ്റ, പാലിന് ഇൻസെന്റീവ് തുടങ്ങിയ പദ്ധതികളും, പ്രവർത്തനം നിലച്ച ക്വാറികളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം സോളാർ വൈദ്യുതി ഉപയോഗിച്ച് പമ്പ് ചെയ്ത് ജലസേചനത്തിനായി ഉപയോഗിക്കുന്നതിന് ഹരിത കേരള മിഷന്റെ സഹായത്തോടെ ഹരിത തീർത്ഥം എന്ന പേരിൽ പദ്ധതിയും, ശൂലം വെള്ളച്ചാട്ടം ടൂറിസം പദ്ധതി, എക്കോ ഫ്രണ്ട്ലി റിവർ ടൂറിസം പദ്ധതി എന്നിവയ്ക്കായും ഏറ്റെടുത്തിട്ടുണ്ട്. ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം, ഭിന്നശേഷിക്കാർക്ക് സ്കോളർഷിപ്പ്, കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്നിവയ്ക്കും, ചെറുകിട സംരംഭകരായ വനിതകൾക്ക് ഇരുചക്ര വാഹനം വാങ്ങുന്നതിന് സബ്സിഡിയും സംരംഭം ആരംഭിക്കുന്നതിന് സബ്സിഡി നൽകുന്നതിനുള്ള തുകയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള പദ്ധതികൾക്കായും ബജറ്റിൽ തുക നീക്കിവച്ചിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനുമായും തുക വകയിരുത്തിയിട്ടുണ്ട്. ഭൂഭവനരഹിതമായവർക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ വീടും സ്ഥലവും നൽകുന്നതിനും കുടിവെള്ള പദ്ധതികൾക്കും ബജറ്റിൽ പരിഗണന നൽകിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മാത്യൂസ് വർക്കി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ രാമകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.